മുൻ മേയർ VK പ്രശാന്ത് അടക്കമുള്ളവർ അത് ഏറ്റുപിടിച്ച് കൈരളി TVയും ദേശാഭിമാനിയും ആര്യ രാജേന്ദ്രനെ ബ്രിട്ടീഷ് പാർലമെന്റ് ആദരിച്ചു എന്ന വാർത്ത കൊടുത്തതും ഞാൻ ആലോചിക്കുന്നു. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. ലോൺ വേറെ എങ്ങോട്ടാ കോട്ടക്കിട്ട് UK പാർലമെന്റ് വരും പോടവേ. എന്തിനാടാ? കുറച്ച് ചിക്കിളി കൊടുത്ത ഒരു അവാർഡ് കിട്ടുന്നു കേട്ടു. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. അപ്പൊ നീ ഇവിടെ നാട്ടിലുള്ള എല്ലാ പ്രാഞ്ചേട്ടന്മാർക്കും വേണ്ടി ചെയ്യുന്ന വീഡിയോ കേട്ടോ. അയ്യോ, ഇനി പ്രാഞ്ചേട്ടന്മാരല്ല, ഇനി ആര്യ രാജേന്ദ്രന്മാരാണ്. അവർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. കയ്യില് 10 പുത്തനുണ്ടോ എങ്കിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് നിങ്ങൾക്ക് തന്നാലോ? അതും UK പാർലമെന്റിൽ വെച്ച്. നമ്മുടെ തിരുവനന്തപുരം മേയറോട്ടിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് അവാർഡ് കൊടുത്തില്ലേ? ആ അവാർഡ് കൊടുത്ത ഓർഗനൈസേഷനെ പറ്റി നമുക്ക് നോക്കിയാലോ. ഇതാണ് ആ കമ്പനി, വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്. കമ്പനി തുടങ്ങിയത് 2017 കേട്ടോ. നേച്ചർ ഓഫ് ബിസിനസ് ബുക്ക് പബ്ലിഷിംഗ് ആണ് കമ്പനി. ഞെട്ടിപ്പോയി. ലോക റെക്കോർഡ് മുഴുവൻ സകല കാര്യങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാർക്കാണ് പുരസ്കാരം കൊടുക്കുന്നത്. ആ പട്ടികയിൽ ഏറ്റവും ഒടുവിൽ പുരസ്കാരം കിട്ടിയ ആളാണ് ആര്യ രാജേന്ദ്രൻ. 10 പൗണ്ടാണ്. എന്റെ പൊന്നാരി ചേച്ചി, ഇനി ഇതുപോലത്തെ ഭൂലോകം ഉണ്ടായിപ്പോട്ട് ഇറങ്ങല്ലേ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി. രജിസ്റ്റർ ചെയ്തു, 1000 രൂപ മുടക്കി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് കമ്പനിയുടെ ആകപ്പാടെ വരുമാനം കാണിച്ചിരിക്കുന്നത് ഇതാണ്. ഈ കമ്പനി പലർക്കും പുരസ്കാരം കൊടുക്കുന്നു. ആ പുരസ്കാരത്തിന് വേൾഡ് റെക്കോർഡ്സ് എന്നവർ പേരിട്ടിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ ചില്ലറ വാങ്ങിക്കൊണ്ട് പുരസ്കാരം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതും BJP-കാരൊക്കെ ചേർന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന വടക്കേ ഇന്ത്യ പ്രാഞ്ചിയേട്ടന്മാർക്ക് കൊടുക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അവിടെ നിന്നാണ് ആര്യ രാജേന്ദ്രന് പുരസ്കാരം വാങ്ങി ഫേസ്ബുക്കിൽ തള്ളിയതും. എന്തിന്റെ കുഞ്ഞാണോ ഇത്? ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു മേയറല്ലേ, നാട്ടുകാരെ നീതിപ്പണം വെച്ച് ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കാൻ. പിന്നെ ഒരു കയ്യബദ്ധം യോഗ്യതയില്ലാത്ത ചില അലവലാദികളോട് മാത്രം. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിലെ കാണ്ടാമൃഗത്തിനെ കാട്ടിലേക്ക് വനവാസത്തിന് വിടണമെന്നാണ് എന്റെ ഒരു ടേക്ക്. ഇനി ആര്യ ചേച്ചി ഉണ്ടല്ലോ, അത്രയും തൊലിക്കെട്ടിയുള്ള ആരുടെ ഈ ലോകത്തുള്ളേ. ഇനി ഇവിടെ നിന്ന് ഇതിലും വലുത് കേൾക്കേണ്ടി വരുമ്പോ ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.